നിങ്ങൾക്ക് വൃക്ക വേണമെങ്കിൽ വേണ്ടി ഞാൻ തന്നിട്ട് എനിക്ക് പോണം. നീ വില പറ 8 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ എന്റെ വൃക്ക ഞാൻ തരാം. ഫ്രഷ് വൃക്ക. എടാ 8 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ ഡോക്ടറുടെ വൃക്ക കിട്ടുമല്ലോടാ. പിന്നെ എന്തിനാ അതിന്റെ വൃക്ക? ആണുങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അന്നദാനം പോലെ, അത് നമ്മൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കും. പക്ഷെ പെണ്ണുങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ പാവാടയുടെ നിക്കറിന്റെ ഒക്കെ വള്ളി അകത്ത് പോകുന്ന പോലെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഇത് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇത് പുറത്തോട്ട് കിട്ടാൻ വലിയ പാടാണ്. നിന്റെ അച്ഛൻ പനി പിടിച്ച് വിറച്ച് കിടന്നപ്പം ഒരു പാരസെറ്റമോൾ വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുമ്മായി അടിച്ച് ചെവിരിന്ന് റൗണ്ട് ഷേപ്പിന് വെട്ടിയിട്ട് നടുക്കൊരു വരയിട്ട് ഗുളികയെന്ന് പറഞ്ഞ് നിന്റെ അച്ഛന്റെ അണ്ണാക്കി തിരികെ കൊടുത്ത നീയാണ് ഫ്ലൈറ്റ് വാങ്ങാൻ പോകുന്നത്. മാമ ഈ രഹസ്യഭാഗത്ത് വെച്ചാണ് സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തണത്. മാമൻ ഗൾഫിലോട്ട് തിരിച്ചു പോകുമ്പോ എന്റെ അടുത്തൊന്ന് പറയണേ. എന്തിനാ? എന്റെ സുഗതം മാമൻ ഇച്ചിരി കാന്താരി അച്ചാർ തന്നു വിടാനാണ്. മാമനാകുമ്പോ ഞാൻ കോട്ടയത്ത് ഒരു ഷോറൂമിന്റെ ഇന്റർവ്യൂ കാണും. അങ്ങനെ അവിടെ പോയി അവിടെ ഇടയ്ക്ക് ഒരുത്തൻ എന്നോട് ചോദിച്ചു, സാർ ഏത് കാറാണ് നോക്കുന്നതെന്ന്. മഴക്കാർ എന്നൊരു കൗണ്ടർ എന്റെ മനസ്സിൽ വന്നെങ്കിലും എന്നാലും അതിന്റെ ആവശ്യം ഉണ്ടോരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മെമ്പറെ, ഈ വയസ്സാകാലത്തെത്തി വെള്ളം അനത്തി തരാൻ ഒരു പെൺതരി വേണ്ടായോ? അതിനൊരു ഹീറ്റർ മേടിച്ച് വെച്ചാ പോരെ. അച്ഛൻ ഇപ്പൊ ജയിലടാ. അച്ഛനെ 10-30 പ്രാവശ്യം പനി പിന്നെ വന്നപ്പോഴേ ഞാൻ വീണ്ടും ഗുളി കൊണ്ടൊന്ന് കൊടുത്ത് അപ്പത്തെ വീട് തിന്നു പറഞ്ഞ് പോലീസ് ഗ്യാസ് എടുത്ത്. ഇപ്പൊ നാട്ടുകാർ വിളിക്കാൻ എന്താണെന്നറിയാമോ? വീട് ദൂരം മണി എന്റെ മോനെ. എല്ലാ കിളവന്മാരോടും നമ്മൾ ചോദിക്കും, എന്തിനാ ഈ വയസ്സാങ്കാലത്ത് കല്യാണം കഴിച്ചത്? അപ്പൊ അവര് പറയാണ്, വയസ്സാങ്കാലത്ത് ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ചു തരണ്ടേന്ന്. ഈ കിളവന്മാർക്ക് ഇതിന് മാത്രം ചൂടുവെള്ളം തിളപ്പിച്ചു എവിടെ കുത്തി കേട്ടതാവേ? മോളെ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും? കയ്യിലിരിപ്പ് അല്ല. ഈ മഴക്കാല ഓപ്പറേഷൻ ചെയ്ത് എന്താണ് കുഴപ്പം? എടാ, മഴക്കാല ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷൻ കണ്ടുപിടിക്കും. അപ്പൊ വെറുതെ പണിയില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു ഓപ്പറേഷൻ ഒക്കെ നമ്മളങ്ങ് ചെയ്യും. അപ്പൊ എവര് ഫീൽഡ് ഔട്ട് ആയി പോകും. പെണ്ണിന് പെണ്ണ് തന്നെ വേണ്ടായോ? നിനക്ക് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ, അവള് കളഞ്ഞിട്ട് പോയടാ. എന്തിന്? ഞാൻ ബബിൾക്കം ചോദിച്ചപ്പോ എനിക്ക് വൃത്തിയില്ലാന്ന്. നീ ഏത് ബൗൾക്കം ചോദിച്ചത്? അവൾ അച്ഛൻ ചവച്ചു വിപ്പിട്ട് അവൾക്ക് ജോൺ ഹോനായി, അത് കുടുംബ പരമ്പരമാറ്റുണ്ടാ? ഞാനതൊന്നും നോക്കിയിട്ടില്ല. എടാ, ഇതൊക്കെ നോക്കി വെക്കണ്ടേടാ. പിന്നെ കുടുംബത്തുള്ള ആൾക്കാരെ മുണ്ട് നോക്കിയിട്ട് ജോൺ ഫോനായി ഉണ്ടാ നോക്കുന്നതല്ലേ എന്റെ പണി. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന പോലെ നീർ ചിരിക്കാറില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ചിലപ്പോൾ നിനക്ക് തെറ്റിപ്പോയതായിരിക്കും. ചിരിക്കാറില്ലെങ്കിൽ അത് നീർ എന്നായിരിക്കത്തില്ല, നസീർ എന്നായിരിക്കും. നമുക്കെന്ത് കുഴപ്പം? രണ്ട് ചന്തിയും പൊള്ളി ഒറ്റ ചന്തിയായി നീ സെന്ററിൽ വരയില്ലാത്തോണ്ട് നിനക്ക് നാണക്കേട്. കൊച്ചുങ്ങളെ സ്കെച്ച് പേന കഴിച്ചിട്ട് ഇങ്ങനെ വരച്ച് വിട്ടവനാണ് നീ അങ്കമാടി വെച്ച്. ഒരു മിനിറ്റ്, ഞാൻ ബെസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. എടാ, അവനൊരു ഉമ്മ കൊടുക്കാനെന്ന്. ഹലോ ബ്രോ, ഞാനാണ് അവളെ ബെസ്റ്റ് ആണ്. ഉമ്മയൊക്കെ ആഫ്റ്റർ മാരേജ് ബ്രോ. ആഫ്റ്റർ മാരേജ് ഓക്കെ. എന്തൊരു കേറിങ് എന്റെ ബെസ്റ്റിക്ക്. കാലം കഷ്ടപ്പെട്ടാൽ എന്താ, അവൻ ഒരു 10 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സമ്പാദിച്ചിട്ടല്ലേ വന്നേന്നുള്ളത്. ഞാൻ ഈ 4 കൊല്ലത്തിന്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നത് ഒരു 5 തലമുറയ്ക്ക് ഇരുന്ന് എഴുതാനുള്ള സപ്ലിയും കൊണ്ടായിരുന്നു. എഴുതാൻ പറഞ്ഞോ? എഴുതാം. കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കർഷകശ്രീ അവാർഡ് കിട്ടി. കൃഷിഭവനിന്ന് എന്തിനു കിട്ടിയ? അച്ഛന്റെ പൊക്കിളില് കോട്ടുകോണം മാവ് വളർത്തിയല്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഷോപ്പിൽ നിൽക്കുമ്പോഴേ നീ കുറച്ച് പോലീസുകാർ നിന്നെ ഹാരമൊക്കെ ഇടിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന കണ്ടല്ലോ. എന്തിന്റെ സ്വീകരണമായിരുന്നേ? അത് ഹാരല്ല മോളെ, എനിക്ക് ഹാൻസിന്റെ കച്ചവടം ഉണ്ടല്ലോ. കയ്യോടെ പിടിച്ചപ്പോ ഹാൻസ് മൊത്തത്തിൽ കൈത്തുകൂടത്തി ഞാൻ നടത്തിച്ച് കൊണ്ടുപോയത് റോട്ടിൽ കൂടെ. കഴിഞ്ഞ
ദിവസം വീട്ടിൽ ഒരാവശ്യമില്ലാതെ എങ്ങനെയോ കയറി വന്നൊരു അമ്മ എന്നോട് ചോദിച്ചു, മോന് ജോലിയൊന്നും ഇല്ലല്ലേ എന്ന്. ഞാൻ ഒട്ടും ജാടോർക്കാതെ പറഞ്ഞു ഞാൻ മനോരമയിലാണ്. അമ്മാനെ അടുത്ത് പോയി പറഞ്ഞു പത്രവീടിയിലായിരിക്കും അല്ലേ എന്ന്. ഞാൻ ക്ലാസ്സിൽ സിംഹമാണെങ്കിലും ബീച്ചിലൊക്കെ എന്റെ കൂടെ വരണം. പിന്നെ ഭയങ്കര കുസൃതിയാ ഞാൻ. അല്ല അത് പറയാൻ തരാം. ആ ഗോപി വേറെ എന്തേലും ആവശ്യം നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും ആവശ്യം എന്ന് വെച്ച് ഇത്ര ഉള്ളൊരു കല്ല് കിട്ടുവാണെങ്കിൽ കറക്റ്റ് നേരെ വെച്ച് കെട്ടായിരുന്നല്ലോ. കൊണ്ട് കേസ് വിടാം. അല്ല പിന്നെ ഞാനെന്താ പറയാന്? അല്ലെ വണ്ടി ഓടിച്ചോണ്ട് പോയത്, ഓട്ടോ ഓടിച്ചോണ്ട്. അപ്പൊ പാലത്തിൽ കൂടെ വണ്ടി കയറിയെന്ന് പറഞ്ഞ് കുറെ പേര് സംസാരിക്കാൻ വരുന്നു. പാലത്തിൽ കൂടെ വണ്ടി കയറി ഇനി മാത്രം സംസാരിക്കാൻ അല്ല ഒരുത്തന്നെ മൂക്കിന്റെ പാലത്തിൽ കൂടെയാണ് വണ്ടി കയറിയത്. അപ്പൊ അതിന്റെ പേര്